പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുകയായിരുന്നു. കേന്ദ്രമന്ത്രിമാരും എം പിമാരും ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ വിവിധ സ്ഥലങ്ങളിൽ ജനങ്ങൾക്കൊപ്പം ഈ പരിപാടി കേൾക്കാനുണ്ടായിരുന്നു. മൻ കി ബാത്തിൻ്റെ ഈ വർഷത്തെ അവസാന എപ്പിസോഡിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. ദക്ഷിണ കൊറിയയിൽ വിമാനാപകടത്തിൽ 85 മരണം. മുവാൻ വിമാനത്താവളത്തിലായിരുന്നു അപകടം. റൺവേയിൽ നിന്നും തെന്നിമാറിയ വിമാനം തൊട്ടടുത്ത മതിലിൽ ഇടിക്കുകയായിരുന്നു. 181 യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിമാനാപകടത്തിൽ മരണനിരക്ക് കൂടുന്നുവെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. വിമാനം അപകടത്തിൽപ്പെട്ടത് അത് ലാൻഡിങ്ങിനിടെ ഒരു പക്ഷിയുമായി ഇടിച്ചാണ് അതിൻ്റെ യന്ത്രത്തകരാർ സംഭവിക്കുകയും പിന്നീട് റൺവേയിൽ നിന്ന് തെന്നിമാറി മതിൽ ചെന്ന് ഇടിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അല്ലെങ്കിൽ സുപ്രധാനമായ വിവരമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് 120 പേരിലേക്ക് മരണസംഖ്യ 120 ഉയർന്നു എന്നാണ്. 120 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിൽ അതായത് 151 പേരാണ് ആകെ വിമാനത്തിലുണ്ടായിരുന്നത്. 2 പേരെ രക്ഷപ്പെടുത്തിയെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ 120 പേരുടെ മരണം സംഭവിച്ചു എന്ന സ്ഥിരീകരണമാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെ ഈ സൗത്ത് കൊറിയയിൽ ഈ വിമാനം തകർന്നു വീണത്, അതായത് ഒരു പക്ഷി ഇടിച്ചതിനെ തുടർന്ന് മുവാൻ എയർപോർട്ടിൽ തകർന്നു വീണ് തീപിടിക്കുകയായിരുന്നു. തീപിടിച്ചതിന് ശേഷം ഇത്തരത്തിൽ വലിയ കാഷ്വാലിറ്റിയാണ് ഉണ്ടായത്. ഇപ്പോൾ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ ആദ്യം 23 ആയിരുന്നു മരണസംഖ്യയിൽ. പിന്നീട് ഓരോ മണിക്കൂറിലും അത് വൻതോതിൽ വർദ്ധിച്ച് ഇപ്പോൾ 120 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറെ ഗൗരവമുള്ള ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. രക്ഷപ്പെട്ട 2 പേരിൽ ഒരാൾ ഒരു ഫ്ലൈറ്റ് ക്രൂ, അതായത് വിമാന ജീവനക്കാരനായിരുന്നു എന്ന വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തെ തുടർന്ന് മുവാൻ എയർപോർട്ട് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റൺവേയിൽ നിന്നും നിയന്ത്രണം വിട്ട് തെന്നിമാറി തൊട്ടടുത്തുള്ള മതിലിൽ, അതായത് വിമാനത്താവളത്തിന്റെ അതിർത്തി മാർക്ക് ചെയ്യുന്ന മതിലിൽ തന്നെ ചെന്നിടിക്കുകയായിരുന്നു വിമാനം ഇടിച്ചതിന് ശേഷം വിമാനം പൂർണ്ണമായും കത്തിയമർന്നു. ഒരു തീഗോളമായി മാറിയ വിമാനത്തിൽ നിന്നും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പോലും ഏറെ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യമുണ്ടായി. പൊള്ളലേറ്റും വിമാനത്തിന്റെ ഇടിയുടെ ആഘാതത്തിലും അതുപോലെ തന്നെ ശ്വാസം മുട്ടിയും വിവിധ കാരണങ്ങളാൽ നിരവധി ഇത്രയും 120 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ ഗൗരവതരമായ, അതീവ ദുഃഖകരമായ ഒരു അപകടമായി, അല്ലെങ്കിൽ ഇത് വേറെ വേദനാജനകമായ ഒരു അപകടമായി സൗത്ത് കൊറിയയിലെ ഈ അപകടം മാറിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 120 പേരുടെ മരണം എന്നത് വലിയൊരു വിമാനാപകട മരണസംഖ്യയായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. വിനോദ്, വിമാനാപകടത്തിൽ മരണനിരക്ക് കൂടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതിൽ മറ്റ് അട്ടിമറി സാധ്യതകളൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഐസൺ ജോസ്. കാരണം ഇതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങൾ, അതിൻ്റെ എങ്ങനെയാണ് അപകടം നടന്നത് എന്നതിനെ സംബന്ധിച്ച കൂടുതൽ സ്ഥിരീകരണം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എങ്കിൽ പോലും പ്രാഥമിക നിഗമനം ഈ വിമാനത്തിൽ പക്ഷി ഇടിച്ചു തന്നെയാണ് അപകടം എന്നുള്ളത് തന്നെയല്ലേ ഐസൺ ജോസ്? തീർച്ചയായും വിനോദ്, വിമാനത്തിൽ പക്ഷി ഇടിച്ചത് തന്നെയാണ് അപകടത്തിന് കാരണമായത് എന്ന് പ്രാഥമികമായ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഉള്ളത്. അത്തരം സൂചനകൾ ലഭ്യമാകുന്ന ചില റഡാർ ഡാറ്റകളും അതുപോലെ തന്നെ അനുബന്ധമായ ടെലസ്കോപ്പിക് വ്യൂ ഡാറ്റകളും എല്ലാം തന്നെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ എഞ്ചിൻ പ്രവർത്തനത്തിൽ തകരാറ് സംഭവിക്കുകയും അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നത് സംബന്ധിച്ച് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിന്റെ, അതായത് ബ്ലാക്ക് ബോക്സിന്റെ പൂർണ്ണമായ നിരീക്ഷണം നടത്തിയാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അവസാന നിമിഷം പൈലറ്റ് നൽകുന്ന നിർദ്ദേശങ്ങളും ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഏത് രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളതും ഈ ഡാറ്റ റെക്കോർഡിലേക്ക് നൽകിയ വിവരങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും പൂർണ്ണമായ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുക. നിലവിലെ സാഹചര്യത്തിൽ പക്ഷി ഇടിച്ചത് തന്നെയാണ് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാനുണ്ടായ ഒരു കാരണമെന്നും വിമാനം പൂർണ്ണമായും നിയന്ത്രണം വിട്ട് തകർന്ന് വീഴുകയായിരുന്നു എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, വിമാനം ഒരു അഗ്നിഗോളമായി മാറുകയായിരുന്നു. മതിലിടിച്ചതിന് ശേഷം വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി മതിലിടിച്ച് അഗ്നിഗോളമായി മാറി വലിയ തോതിൽ മരണങ്ങൾ സംഭവിക്കുകയുമായിരുന്നു. ബാങ്കോക്കിൽ നിന്നും മാവോ എയർപോർട്ടിലേക്ക് വരികയായിരുന്ന വിമാനത്തിൽ 175 യാത്രക്കാരും 6 ക്രൂ ജീവനക്കാരും, അതായത് വിമാന ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ എല്ലാവരും തന്നെ മരിച്ചിരിക്കാമെന്ന സൂചനകളും അല്പസമയം മുമ്പ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ 1-2 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഒഴികെയുള്ള എല്ലാവരും തന്നെ, അതായത് ബാക്കിയുള്ളവർ എല്ലാവരും തന്നെ മരിച്ചിരിക്കാമെന്നുള്ള സൂചനകളെല്ലാം വരുന്നുണ്ട്. എങ്കിൽ കൂടി അത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു തിരുത്തൽ കൂടി, ഇപ്പോൾ ഒരു വ്യക്തത കൂടി വരുത്തുന്നത്, ഒരു വിമാന ജീവനക്കാരാണ് രക്ഷപ്പെട്ട 2 പേരും വിമാന ജീവനക്കാർ തന്നെയാണ് എന്നൊരു വിശദീകരണവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിനോദ, തീർച്ചയായും ദക്ഷിണ കൊറിയയിലാണ് വിമാനം തകർന്ന്
വലിയ വിമാനാപകടം ഉണ്ടായിട്ടുള്ളത്. 120 പേർ മരിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. വിമാനത്തിലെ ജീവനക്കാർ അടക്കം 175 യാത്രക്കാരും ജീവനക്കാരും അടക്കം 181 പേർ വിമാനത്തിലുണ്ടായിരുന്നു. വിമാനം നിയന്ത്രണം വിട്ട് റൺവേയിൽ നിന്ന് തെന്നിമാറി മതിലിടിച്ച് വിമാനം സമ്പൂർണ്ണമായി കത്തുകയായിരുന്നു. ഈ വിമാനത്തിൽ സഞ്ചരിച്ച 181 പേരിൽ 120 പേരും മരണമടഞ്ഞിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപകട വാർത്തയാണ് ഐസൻ ജോസ് കൈമാറിയത്.